ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ബിന്ദു, ഇപ്പോൾ CITU നേതാവ് നിങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ, സുരേഷ് ഗോപി ഈ സമരപ്പന്തലിൽ വന്നപ്പോൾ നടത്തിയ പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പൊതുവെ ഇടതു മുന്നണിയിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണവും. അതേസമയം തന്നെ ഈ പ്രകടന പത്രികയെ മുൻനിർത്തി നിങ്ങളടക്കം വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് എന്നതാണ് ഭരണപക്ഷം പറയുന്നത്. ബിന്ദുയമേ. അതെ, കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ശ്രീ CITUവിൻ്റെ ഒരു നേതാവ്, ഞങ്ങളുടെ സമര നേതാവ് ശ്രീമതി യസ്മിനിക്കെതിരെ നടത്തിയ ഒരു പരാമർശം കഴിഞ്ഞപ്പോൾ ഇവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇവർക്കൊക്കെ വാണിംഗ് കൊടുത്തതാണ്, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, പദപ്രയോഗങ്ങളൊക്കെ സൂക്ഷിച്ചു വേണമെന്ന്. അതിനുശേഷമാണ് ശ്രീ KN ഗോപിനാഥ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തി. അദ്ദേഹം പറയുന്നത് എൻ്റെ പ്രസംഗത്തിൽ നിന്നും അടർത്തിയെടുത്ത് ഇങ്ങനെ പറഞ്ഞു. എന്താ അടർത്തിയെടുത്തെന്നാ പറഞ്ഞ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ ഇത് ഓരോരുത്തരും അവരുടെ സംസ്കാരവും നിലവാരവും അനുസരിച്ചാണ് ഇത് പറയുന്നത്. ഡോക്ടർ അരുൺ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെ 20 ദിവസമായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ, പറച്ചിലുകളും കാര്യങ്ങളൊക്കെ ഈ കേരള സമൂഹം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവരുടെ നിർവ്യാജത്തിലൊക്കെ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. എന്തായാലും നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമപരമായ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത് മുന്നോട്ട് പോകും. അത് ഒരു വശം. പിന്നെ സുരേഷ് ഗോപി അവിടെ വന്നത്, അത്രയും സ്ത്രീകൾ വെളുപ്പിനെ 2:45-3 മണി മുതൽ അവിടെ ഇരുന്ന് പെരുമഴയത്തിരുന്നിട്ട് ഇവരെന്താ തിരിഞ്ഞു നോക്കാഞ്ഞത്? ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സ്ത്രീകൾ കഴിഞ്ഞ 20 ദിവസമായിട്ട് വെയിൽ കൊള്ളുന്നതും കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ കൊള്ളുന്നതും. എന്താണ് തിരിഞ്ഞു നോക്കാഞ്ഞത്? സുരേഷ് ഗോപി അവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാരാണ്? അവിടെ മഴ നിറഞ്ഞിരുന്നപ്പോൾ ഒരു ടാർപോളിൻ വലിച്ചു കെട്ടിയപ്പോൾ അത് അഴിച്ചിടാൻ പോലീസിന് മുകളിൽ നിർദ്ദേശം കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തപ്പോൾ ആ ഭക്ഷണത്തിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ആ ടാർപോളിനൊന്ന് കൈകൊണ്ട് പിടിച്ച് നിവർത്തി വെച്ചപ്പോഴത്തേക്ക് പോലീസ് അവിടെ വന്നത് താഴെ ഇടണമെന്ന് പറഞ്ഞിട്ട് ആ മഴവെള്ളത്തിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. ഇതൊന്നും ആരും കണ്ടില്ലേ? അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ എന്തോ ഫലമായിട്ട് അദ്ദേഹം അവിടെ വന്നു. അതിനെന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ സുരേഷ് ഗോപി അവിടെ കൊണ്ട് കുട തരുന്നതുകൊണ്ട്? ഞങ്ങൾ മഴ നനയാതിരിക്കാനാണ് അവിടെ വന്നത്. ഞങ്ങൾ ആ മഴ നനഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക തീരുമാനിച്ചു വന്നവരാണ്. അദ്ദേഹത്തിന്റെ മാനുഷിക പരിഗണന ഒരു പോളിത്തീൻ കവർ നൽകുക എന്നതിനും അപ്പുറം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തി രാജ്യമൊന്നാകെ ആശാവർക്കർമാരുടെ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന ഇൻസെൻറ്റീവ് 3000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ബിന്ദുവിന് തോന്നുന്നില്ലേ? ആ സമരപ്പന്തലിൽ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യമുണ്ടോ? ഡോക്ടർ അരുണെ, ഞാനൊരു കാര്യം, ഡോക്ടർ അരുണിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനും അടുത്ത ക്വസ്റ്റ്യൻ അതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരാതെ. എല്ലാം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ്, അല്ലാതെ ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം അവിടെ കൊണ്ട് കുട തന്നതിനെക്കുറിച്ചാണ് ശ്രീ KN ഗോപിനാഥൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം മാത്രമല്ലല്ലോ അവിടെ പോയ ആ സമരപ്പന്തൽ എല്ലാ ദിവസവും സന്ദർശിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് മഴ പെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, അപ്പോൾ രാത്രി 10 മണിയോളമായി. ആ കുഞ്ഞുങ്ങൾ പോയി അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് ഞങ്ങൾ ആ മഴയെയും വെള്ളത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന കുറച്ച് സാധനങ്ങൾ ആ കുഞ്ഞുങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്നു. കുട വാങ്ങിച്ചുകൊണ്ട് തന്നതും റെയിൻകോട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നതും സുരേഷ് ഗോപി മാത്രമല്ല, ഒത്തിരി മനുഷ്യർ അതിലേക്ക് വന്നത് വാങ്ങിച്ചു. ഇവരെ സുരേഷ് ഗോപി കൊണ്ട് തന്നത് മാത്രമേ കണ്ടുള്ളൂ. ആ വിഷയത്തിൽ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മനുഷ്യത്വപരമായിട്ടുള്ളത്, അത്രയും സ്ത്രീകൾ അവിടെ നിന്ന് ആ പെരുമഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് ആ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനടിച്ച ഹൃദയമുള്ള ഒരു മനുഷ്യർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർക്കും മറ്റ് മിനിസ്റ്റർമാർക്കും ഇത് കണ്ടിട്ട് എന്താണ് അത് അവർക്ക് വേദന തോന്നാത്ത? എന്താണ് ഈ സംസ്ഥാനത്തെ സിറ്റിസൺസ് അല്ലേ ഞങ്ങൾ? ഈ സംസ്ഥാനത്തെ ഈ സർക്കാരിന് നികുതി കൊടുക്കുന്നവരല്ലേ ഞങ്ങൾ? ഈ സംസ്ഥാനത്തെ സർക്കാർ നോട്ട് ചെയ്യുന്ന ആളുകളല്ലേ ഞങ്ങൾ? എന്താണ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവർക്ക് വേദന തോന്നാത്ത? Debate with Dr. Arun Kumar.